മലക്കുൽ മൗത്ത് നമ്മുടെ മുന്നിലേക്ക് വരും. വരൂ, ഇവിടെയുള്ള കാലാവധി അവസാനിച്ചു, നമുക്ക് തിരിച്ചു പോകാം, അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് മടങ്ങിപ്പോകാം. നിന്റെ ദുനിയാവിലെ ജീവിതം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു സന്ദർഭം നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരാനുണ്ട്. ആ മരണത്തിന്റെ മാലാഖയുടെ ശബ്ദം കാതിൽ കേൾക്കുന്ന സമയം മുതൽ മനുഷ്യനൊരു പിടച്ചിലാണ്. തന്റെ ജീവിതത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടമാണ്. എന്താണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്നുള്ള പുനരാലോചനകൾ നടക്കുന്നത് ആ സമയത്താണ്. അവന്റെ റൂഹ് എടുക്കുന്നതിന്റെ ഇടയിൽ മനുഷ്യൻ കെഞ്ചി പറയും, ഒരല്പനേരം കൂടി ഈ ദുനിയാവിൽ എനിക്ക് ബാക്കി തരുമോ? പരിശുദ്ധ ഖുർആൻ ഈ ആശയം പഠിപ്പിക്കുന്നുണ്ട്. ഒരല്പ സമയം കൂടി എനിക്ക് ദുനിയാവിൽ ഇനി തരുമോ? കുറച്ചു സമയം കൂടി എനിക്കൊന്ന് വിട്ടുതരുമോ? ഒരല്പസമയം കൂടി എന്നെ ഈ ദുനിയാവിലൊന്ന് ബാക്കിയാക്കുമോ? എന്നിട്ട് നിങ്ങൾ എന്നെ പിടിച്ചോളൂ. ഉടനെ മലക്കുകൾ ആ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തീർത്തും ഒരിക്കലും ലഭ്യമല്ലാത്തൊരാനുകൂല്യത്തെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ചോദ്യം എത്ര ദൈന്യതയാർന്ന ചോദ്യമാണ്. 5 മിനിറ്റ് കൂടി എനിക്ക് ബാക്കി തരുമോ? 1 മണിക്കൂർ കൂടി എനിക്ക് ബാക്കി തരുമോ? അല്ലെങ്കിൽ ഒരല്പസമയം കൂടി എനിക്ക് നീട്ടിത്തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോട് മലക്കുകൾ പറയുമത്രേ, ദുനിയാവിൽ എത്ര കാലം നീ ജീവിച്ചു, എത്ര കൊല്ലം നീ ജീവിച്ചു, എത്രയോ സമയങ്ങൾ നീ ചെലവഴിച്ചു, എന്നിട്ട് 5 മിനിറ്റ് കൂടി ഇനി നിനക്കധികം കിട്ടിയിട്ട് എന്തു ചെയ്യാനാണ്? ആ ജീവിച്ച സമയത്തൊന്നും ചെയ്യാത്ത ഏത് സൽക്കർമ്മമാണ് ഇനി ഒരല്പനേരം കൂടി നിനക്ക് ഞങ്ങൾ തന്നാൽ തന്നെ നീ ചെയ്യുക എന്ന് മലക്കുകൾ ആ മനുഷ്യനോട് ചോദിക്കുമെന്നാണ്. ഇനി ഒരല്പനേരം കൂടി ദുനിയാവിൽ നിനക്ക് ബാക്കി തന്നാൽ നീ എന്ത് സൽക്കർമ്മമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത്രകാലം ഇവിടെ ജീവിച്ചിട്ട് ചെയ്യാത്ത ഏതൊരു സൽക്കർമ്മമാണ് ചെയ്യാൻ നിനക്ക് കഴിയുക എന്ന് മലക്കുകൾ ചോദിക്കുന്ന ഒരു സന്ദർഭത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരും.